ഒരൊന്നൊന്നര പൊളി കല്യാണം വൈബായിരുന്നു. പടം രസമാണ്, അതൊരു ഫുൾ കോമഡി എനിക്ക് പടം തീർച്ചയായിട്ടും മലയാളക്കര ഏറ്റെടുത്തെന്ന് തന്നെ പറയാം. ഗുരുവായൂർ അമ്മയുടെ ഒരു കംപ്ലീറ്റ് കോമഡി, എന്താ പറയാ, ഒരു ടെൻഷൻ ഫ്രീ മൂവി. പടം ഇത് നല്ലൊരു ഫിലിമാണ്. വിപിൻ ദാസ് എന്ന ഡയറക്ടർ നല്ല വർക്കൗട്ടായിട്ട് തന്നെ ചെയ്തിട്ട് പടം രസമാണ്, അതൊരു ഫുൾ കോമഡി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബേസിന്റെ ആയാലും പൃഥ്വിരാജിന്റെ ആയാലും പെർഫോമൻസ് എല്ലാവരും നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിഖില, പിന്നെ അനശ്വര, ഇവര് 4 പേരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും തിയേറ്റർ വാച്ചബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു പടം. തീർച്ചയായിട്ടും മലയാളക്കര ഏറ്റെടുത്തെന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ലാഗുമില്ലാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് കുടുംബവുമൊത്ത് കുട്ടികളോടൊത്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരു മികച്ച ചിത്രം. ഇതില് ഒരു സീൻ പോലും നമുക്ക് കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിയോടുകൂടി തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള ചിത്രം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. 100 കോടി ക്ലബിൽ ഈ ഒരു ചിത്രം കയറുന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. മലയാളക്കര ഏറ്റെടുത്തു എന്ന് പറയാം. ഈ 2 അളിയന്മാര് മലയാളക്കര ഏറ്റെടുത്തു. പൃഥ്വിരാജ് സുകുമാരൻ തീർച്ചയായിട്ടും ബേസിൽ ജോസഫും കൂടി ചേർന്നപ്പോ നല്ലൊരു ചിത്രമാണ് മലയാളികൾക്ക് സമ്മാനിച്ച്. വിപിൻ ദാസ് എന്ന സംവിധായകൻ ഈ ഒരു 2ാമത്തെ ചിത്രത്തിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. മലയാളക്കര അദ്ദേഹത്തിന്റെ പേരും ചർച്ച ചെയ്യപ്പെടും. ഇനിയുള്ള ദിവസങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള ചിത്രം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു കംപ്ലീറ്റ് കോമഡി, എന്താ പറയാ, ഒരു ടെൻഷൻ ഫ്രീ മൂവിയാണ്. നമ്മളിപ്പോ 2-2.5 മണിക്കൂർ നമ്മൾ ചിരിച്ചുല്ലസിച്ച് ടെൻഷൻ എല്ലാം മറന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സിനിമയ്ക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. സീൻ 1 മുതൽ എൻഡ് വരെയുള്ള സീനുകൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ ലാഗ് അടിപ്പിക്കാതെ, യാതൊന്നും ചിന്തിക്കാതെ. കാരണം ഈ സിനിമ ഒരിക്കലും ഒരു ലോജിക്ക് വെച്ച് കാണരുത്. ഇങ്ങനെയൊക്കെ നടക്കും. നമ്മൾ പണ്ട് തെങ്കാശിപ്പട്ടണവും ഇതൊക്കെ കണ്ട പോലെ വെറുതെ ഒരു ലോ ലോജിക് ഫൺ. പക്ഷെ ഇതിൽ ഞെട്ടിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ബേസിലുമായിട്ട് വന്നിരിക്കുന്ന കോംബോ വർക്കൗട്ടായ രീതിയാണ്. കാരണം നമുക്കറിയാം ബേസിന്റെ വളരെ സേഫ് സോണാണ് കോമഡി. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. 2-3 സീൻ കഴിഞ്ഞ് പൃഥ്വിരാജിനെ പിന്നെ കാണുമ്പോൾ ചിരിയാണ്. ആ രീതിയിലേക്ക് കോമിക് മാനറിസംസ് അതിഗംഭീരമായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരക്കഥയിലെ കൈയടക്കം, കാരണം ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് നമുക്ക് തീരെ ലാഗടിക്കാത്ത രീതിയിലുള്ള ഫ്ലോ ആണ്. അതിന് ഒത്ത ന്യൂജൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ കൂടിയുള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എല്ലാവരും, സിജു സണ്ണി മുതൽ എല്ലാവരും തകർത്തഭിനയിച്ച ഒരു ഗംഭീര കോമഡി പാക്കേജ് ആണ്. പറ്റുമെങ്കിൽ ഈ വീക്കെൻഡ് തന്നെ 2ാമത് കാണണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം 2-3 തവണ കാണേണ്ട രീതിയിലുള്ള മസ്റ്റ് വാച്ച് റീവാച്ച് പിന്നെ വാല്യൂസ് ഉള്ള ഒരു കോമഡി എന്റർടൈനർ ആണ് ഗുരുവായൂർ അമ്പലനടയിൽ. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒരൊന്നൊന്നര പൊളി കല്യാണം വൈബായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ. സ്റ്റാർട്ടിങ് പോലെ എന്ത് പറയാ, കിണ്ണം കാച്ചി, എന്താ പറയാ, എല്ലാ കോമഡീസും ത്രൂ ഔട്ട് വർക്കൗട്ട് ആയിരുന്നു. ഫ്രം സ്റ്റാർട്ടിങ് എനിക്ക് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ബേസിൽ കോംബോ, അത് എത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ട്രെയിലറിൽ കണ്ടപ്പോൾ നമ്മള് പൃഥ്വിരാജ് കുറച്ച് ഓവറാണോ എന്നൊരു അങ്ങനെ വൈബ് കിട്ടിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാ കോമഡീസും പക്കയായി വർക്കൗട്ട് ആയിരുന്നു. ഒരു വിപിൻ ദാസ് പടം കാണുന്ന ജയ അതൊക്കെ മേലെ ഫീല്. ഒരു 1.5 കല്യാണം കൂടി വൈബ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോഴില്ല, ഒരു സ്പെഷ്യൽ ക്യാമിയോ ഉണ്ട്. അത് ഒട്ടും പ്രതീക്ഷയില്ല. അത് ഭയങ്കര ഫീൽ ആകുന്നത്. മൊത്തത്തില് സത്യം പറഞ്ഞാൽ ചിരിച്ചെടുക്കുക. അവിടേക്ക് ഇപ്പോഴും വേർക്കുക. ഫാമിലി ഫ്രണ്ട്സ് ഒന്ന് എൻജോയ് ചെയ്ത് ഒരു 2.5 മണിക്കൂർ ഫുൾ ഓൺ എന്റർടൈൻമെന്റ്, ഫുൾ ഓൺ ചിരി, അടിച്ചുപൊളി പടം. ഒരു 1.5 കല്യാണം കൂടി വൈബ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഗുരുവായൂർ അമ്പലനടയിൽ പടം. ഒരു കഥയെ നോക്കിയ റിയലിസ്റ്റിക് സ്റ്റോറി അല്ല. ഒരു കല്യാണം ഇങ്ങനെ നല്ല നടക്കുന്നു. പിന്നെ കോമഡി നോക്കിയാലും ഫസ്റ്റ് ഹാഫിലല്ലേ ആദ്യം കോമഡി ആസ്വദിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നിലവാരം കുറയണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് വലിയ നിലവാരമോ ലോജിക്കൊന്നും ഇല്ല. പിന്നെ അഭിനയത്തിൽ പറഞ്ഞ എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ബേസിൽ സ്ഥിരം എല്ലാ പടത്തിലും ഒരേ റോള് ചെയ്യും, കോമഡി മാത്രം ചെയ്യും. പിന്നെ പൃഥ്വിരാജ് കുറെ നാളിന് ശേഷം കോമഡി വരുന്നുണ്ട്. പ്രത്യേക അഭിനയമല്ല കുഴപ്പം, സ്ക്രിപ്റ്റിലാണ് കുഴപ്പം. ഒരു ബേസിക് ഫൗണ്ടേഷനിലില്ല. പ്രത്യേക ലോജിക്കോ റിയലിസ്റ്റിക് ആയിട്ട് പടം എനിക്ക് തോന്നിയില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്, പുതിയ റിപ്പോർട്ടിങ്ങിന് അറിയില്ല. ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്തിട്ട് പടം കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. ബ്രെയിൻ ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു. പ്രത്യേക അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് സ്റ്റോറി ഒന്നും അല്ല. കണ്ടിരിക്കാം. ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്ത് കാണാനും കുഴപ്പമില്ല. നല്ല പടമായിരുന്നു.
കുറച്ച് കാലം കഴിഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ ഒരു വേറെ മുഖം നമുക്ക് കാണാൻ പറ്റും. കുറച്ച് സീരിയസ് നിന്ന് മാറിയിട്ട് കോമഡി ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ട് എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്ന കാണാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോള് പൈസ വളരെ രസമുണ്ട്. നമുക്ക് ഒരു ബോറടിപ്പിക്കുന്ന ഇല്ലാത്ത രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ നല്ല എന്റർടൈനിങ് ആയിട്ട് നിങ്ങളും കണ്ടതല്ലേ? ഇറ്റ്സ് ലൈക്ക് അമേസിംഗ്. പുള്ളിക്കാരനെ വേണ്ടി ഇപ്പൊ നമ്മൾ ആടുജീവിതം കണ്ട ആൾക്കാർ ഇപ്പൊ ഗുരുവായൂരമ്പലം കാണാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു വേഴ്സറ്റൈലിറ്റി നന്നായിട്ട് നമുക്ക് അറിയാൻ സ്ക്രിപ്റ്റ് ആയാലും എടുത്തു പറയേണ്ടതാണ്. കാരണം ഫൺ പാക്ഡ് ആണ്. ഒരു തുടക്കം മുതൽ അവസാനം വരെ അത്രയും രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കാസ്റ്റാണ്. അവരെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫിലിമാണ്. രാജുവേട്ടനായാലും ബേസിലായാലും രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി ഫിലിമാണ്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവസാന ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിലാണ് ഫിലിം മേക്ക് ചെയ്തേക്കണേ. ടോട്ടലി നല്ലൊരു മൂവിയാണ്. കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഒന്ന് ഫിലിം കാണാം. ബേസിലിന്റെ ആണെങ്കിലും പൃഥ്വിയുടെ ആണെങ്കിലും കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു കോംബോ ആയിരുന്നു അവർ രണ്ടുപേരുള്ള ഒരു ഇത്. നല്ല കോമഡീസ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിനിമ. കല്യാണം കണ്ട ഫീലാണോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഫീലാണായിരുന്നു. അതൊക്കെ നല്ല രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. എല്ലാം അടിപൊളിയാണ്. അവസാനത്തെ ആ ഒരു മേക്കിംഗ് രീതിയൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ആ ഗുരുവായൂരൊക്കെ സെയിം അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ഫിലിമായിട്ടുണ്ട്. പടം അടിപൊളിയാണ്. നമ്മളെ ബേസിക്കാണെങ്കിലും രാജുവേട്ടനാണെങ്കിലും അവരുടെ കോംബോ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമ തുറക്കുന്ന അവസാനം വരെ നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട്. ആടുജീവിതമൊക്കെ കണ്ടിട്ട് കുറെ ഫാമിലീസ് ഒക്കെ നെഞ്ചെടുത്ത് കടിച്ചിട്ട് കരഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആ പടം അങ്ങനത്തെ ഒരു പടമായിരുന്നു. കാരണം അത്യാവശ്യം രാജുവേട്ടൻ എന്നൊരു ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ളി കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ്. അതായത് നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിട്ട് തിയേറ്ററിൽ കയറുകയാണെങ്കിലും അവസാനം വെച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുള്ളി ഹാപ്പി ആയിട്ട് വളരെ പുഞ്ചിരിച്ചോട് ചിരിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുക. ആ ഒരു സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് തന്ന ഇതിന്റെ ടീമിനോടാണ് നന്ദി പറയുന്നത്. ഇവർ രണ്ടാൾക്കും കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന സിനിമ. രാജുവേട്ടനാണെങ്കിലും ബേസിക്കായിട്ടാണെങ്കിലും കറക്റ്റ് അവരെ ആ ഒരു അവരെ ആക്ടിങ്ങിന്റെ എത്രത്തോളം കോമഡി ചെയ്യുമ്പോൾ അവരൊരു മറ്റേ ഇതുണ്ടോ അത് കറക്റ്റ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പടം കാണാത്തത് കാണാൻ സ്കോർ ചെയ്താണോ അങ്ങനെയല്ല. രണ്ടാൾക്ക് കറക്റ്റ് യൂസ് ചെയ്ത് സംബന്ധിച്ച് രണ്ട് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവിടെ സ്ക്രിപ്റ്റിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് മാത്രം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അവരായിട്ടുള്ള കോമഡി കോംബോ ആയിട്ട് വർക്കൗട്ട്. ഈ വർഷക്കാർക്ക് 100 കോടി എന്നല്ല ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. കാരണം ഇത് ആൾക്കാർ നല്ല രീതിയിൽ സ്വീകരിക്കും. കാരണം തമാശ എന്ന് പറയുന്ന അറിയില്ല മലയാളികൾക്ക് തമാശ പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പൊ ആ ഒരു ലെവലിൽ വരുന്നൊരു മൂവി രണ്ടായിരം സ്റ്റാർ വാല്യൂ അതൊക്കെ ഈ സിനിമയിൽ ഒരുപാട് ഗുണം ചെയ്യും. രണ്ട് കൈ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ള എന്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെ തീരട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥിക്കാം. സിനിമ നല്ലൊരു വിജയമാക്കി ഗുരുവായൂരമ്പലം നടക്കുന്ന എല്ലാ ഗ്രൂപ്പിനും എൻ്റെ ഒരു എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ.